ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ ഹൈക്കോർട്ട് OA കാൻഡിഡേറ്റ്സിനായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഹൈക്കോർട്ട് OA ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്, അല്ലേ? ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പം പ്രധാനപ്പെട്ട സംശയങ്ങളും അതിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് OA പ്രധാനമായിട്ടും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇൻ്റർവ്യൂവിന് എന്തെല്ലാം പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്, അല്ലേ? അപ്പം ആദ്യം മനസ്സിലാക്കുക, ഒരു എക്സാം പ്രിപ്പറേഷനും ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്സാം പ്രിപ്പറേഷൻ നമുക്കറിയാം, നമ്മളെല്ലാം പഠിക്കും. പ്രത്യേകിച്ച് ഹൈക്കോർട്ട് എന്ന് പറയുമ്പം അവർ സബ്ജക്റ്റ് മാത്രമേ പറയുള്ളൂ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് തരാത്തൊരു എക്സാമാണ്. അപ്പോൾ ആ സബ്ജക്റ്റിന് കീഴെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്നത്. എന്നാൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പഠിച്ച കാര്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസൃതമായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ വ്യൂ പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വ്യൂ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട്, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് നമ്മളോട് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഇനി എന്തെല്ലാം പ്രിപ്പയർ ചെയ്യണം എന്ന ചോദ്യത്തിന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ വെയിറ്റേജ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, നമ്മളൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഇവിടെ ഒന്ന് റിവൈസ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം, അതുപോലെ അതിൻ്റെ ഒരു ഹയറാർക്കി ഉണ്ട്, അല്ലേ? ജുഡീഷ്യറിയുടെ ഒരു ഹയറാർക്കി ഉണ്ട്. ആ ഒരു ഹയറാർക്കി പാറ്റേൺ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ നടന്നിട്ടുള്ള പുതിയ അപ്പോയിൻമെൻറ്റ്സ്, ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഹൈക്കോർട്ടും സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ അപ്പോയിൻമെൻറ്റ്സും, ചീഫ് ജസ്റ്റിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതിരിക്കുന്ന പ്രശ്നമേ വരാൻ പാടില്ല. അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഹൈക്കോർട്ടിനെ ഫോക്കസ് ചെയ്ത് തന്നെ, കേരള ഹൈക്കോർട്ടിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സും നമ്മൾ കൃത്യമായിട്ട് അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് റീസെൻ്റ്ലി വന്നിട്ടുണ്ടോ, അമെൻമെൻറ്റ്സ്, റിറ്റ്, ആർട്ടിക്കിൾസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നല്ലോണം തന്നെ മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഇപ്പോഴത്തെ ക്യാബിനറ്റ് മന്ത്രിമാർ, അവരുടെ പദവികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള പല ഇൻ്റർവ്യൂസിനും ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഉള്ള MP-മാർ ആരൊക്കെയാണ്, നിങ്ങൾക്ക് കുറച്ച് MP-മാരുടെ പേര് സജസ്റ്റ് ചെയ്യാമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരാറുണ്ട്. ഇനി അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യൂ പോയിൻറ്റ് ക്വസ്റ്റ്യൻസ്. എന്തൊക്കെ വ്യൂ പോയിൻറ്റ് ചോദ്യങ്ങൾ വരാം? ഇപ്പം റീസെൻ്റ്ലി നടന്ന ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്, കേരളം ഒരു പെറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണോ, അല്ലെങ്കിൽ കേരളം ആനിമൽ ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണോ? പെറ്റ് ഫ്രണ്ട്ലി അല്ല, ആനിമൽ ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണോ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്കിതിന് മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു? അപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് തന്നെ അവർ കാര്യകാരണ സഹിതം വ്യക്തമാക്കി സംസാരിക്കാറുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൻ്റെ ഒരു പോയിന്റ് ആയിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പോൾ കേരളം ആനിമൽ ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ബഹുഭൂരിഭാഗം കുട്ടികളുടെ മനസ്സിലേക്കും ആദ്യം വരുന്നത് നമ്മുടെ തെരുവ് നായ്ക്കളുടെ കാര്യമായിരിക്കും വരുന്നത്, അല്ലേ? അപ്പോൾ അത് തെരുവ് നായ്ക്കൾ വളരെയധികം കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള പോയിന്റിലേക്ക് ആ കുട്ടികൾ പോകും. അതേപോലെ തന്നെ കേരളത്തിലെ മറ്റൊരു സിനാരിയോ ആണ് ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്സവ സമയമാണ് ഈ നടക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യൂ പോയിന്റ്, അല്ലേ? ഇതെല്ലാം അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്ത് കാര്യം വ്യൂ പോയിന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാലും അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മാനിക്കുന്നതായിരിക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായത്തെക്കാളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത് ഹൈക്കോടതിയിലെ ഒരു ജോലിക്കായിട്ടുള്ള ഇൻ്റർവ്യൂവിനാണ് നിങ്ങൾ പോകുന്നത്. സോ നിയമത്തെയും നിയമവ്യവസ്ഥയെയും കൃത്യമായി മാനിക്കുന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരിക്കണം നിങ്ങൾ അവിടെ പറയുന്നത്. ഇത് നിങ്ങൾ നല്ലോണം മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദിക്കുമെന്ന് ചോദിക്കാറുണ്ട് കുട്ടികൾ. കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്, തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാം കറണ്ട് അഫയേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം? റീസെൻ്റ്ലി നടന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു കഴിഞ്ഞ ഒരു 6 മാസത്തെ എങ്കിലും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും വാർത്തകൾ സെൻസേഷനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒലീവ് ടേർട്ടിൽസ് എന്നൊരു വിഭാഗമുണ്ട്, അല്ലേ? ഒരു ആനിമളാണ്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒലീവ് ടേർട്ടിൽസ്. അതിപ്പോൾ അത്യാവശ്യം പേപ്പറുകളിലൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങൾ വരുന്ന സ്ഥലത്തെക്കുറിച്ച്, നിങ്ങളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ല എന്താണ്, അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ളതും ചരിത്രപ്രധാനമായിട്ടുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് ഹൈക്കോർട്ടിലാണ്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ വരുന്നു ഒരു ജോലിക്ക്? അപ്പോൾ നിങ്ങൾ ടോട്ടൽ റീലൊക്കേഷനാണ് നോക്കുന്നത്. നാളെ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് മറ്റൊരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ നിങ്ങൾ പോകാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം? ഈ ഇൻ്റർവ്യൂസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കാണണം.
ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടി വരുമോ, എങ്ങനെ പറയണം എന്നുള്ളതാണ്. നോക്കൂ, സെൽഫ് ഇൻട്രൊഡക്ഷൻ തീർച്ചയായിട്ടും ബഹുഭൂരിഭാഗം സാധ്യതകളിലും പറയാൻ വരാറുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ PSC ഇൻ്റർവ്യൂവിനൊക്കെ നമുക്കൊരു ബയോഡാറ്റ ഫോം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ മുന്നേ കൂട്ടി നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് പോകേണ്ട ബയോഡാറ്റ ഫോം ഉണ്ടാവാറില്ല. അപ്പോൾ എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടേ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 40 സെക്കൻഡ് മാത്രമായിരിക്കണം നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതിനേക്കാളും കൂടിയാൽ മോശമാണ്. അതുപോലെ ഒരു 30 സെക്കൻഡ് താഴേക്കൊക്കെ പോയാൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആ ഇൻ്റർവ്യൂ പാനലിന് രജിസ്റ്റർ ആവില്ല. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടൊരു 40 സെക്കൻഡ് എങ്കിലും, എന്നാൽ അതിനേക്കാളും ഒരുപാട് കൂടാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വരേണ്ടത്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം നിങ്ങളുടെ പേര്, നിങ്ങൾ വരുന്ന സ്ഥലം, നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ അത് മെൻഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ യോഗ്യത എന്താണോ, ഈ ഒരു ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് മെൻഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിയെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട്, ഇപ്പോൾ ചിലർ ഫാമിലിയെക്കുറിച്ച് പറയുമ്പം ചിലപ്പോൾ ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും. അപ്പോൾ ആ ജോയിൻറ്റ് ഫാമിലിയിലുള്ള എല്ലാവരെക്കുറിച്ചും പറയണം എന്നില്ല. നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ പാരൻസ് ആണെങ്കിൽ പാരൻസ്, നമ്മുടെ സ്പൗസ് ആണെങ്കിൽ സ്പൗസ്, അങ്ങനെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് മാത്രം നിങ്ങൾ എവിടെ പറഞ്ഞാൽ മതി, നിങ്ങളുടെ സെൽഫ് ഇൻട്രോയിൽ ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞാൽ മതി. ആൻഡ് ഫൈനലി നിങ്ങൾ ഹോബി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അല്ലേ, നിങ്ങളുടെ ഹോബി എന്താണ്, ഒഴിവ് സമയം നിങ്ങൾ എങ്ങനെയാണ് ചിലവാക്കുന്നത്, അതിനെക്കുറിച്ചും നിങ്ങൾ പറയണം. കാരണം ഒരു വ്യക്തി അലസനല്ല എന്നുള്ളത് കാണിക്കുന്ന അവൻ്റെ ഹോബിയാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ എന്നൊരു അല്ലെങ്കിൽ ഞാൻ ഫോണിലാണല്ലോ, എൻ്റെ മെയിൻ ഹോബി ഫോണാണ്, ആയിക്കോട്ടെ, പക്ഷെ അത് തന്നെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് പറയേണ്ട രീതിയിൽ നിങ്ങൾ പറയുക എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. അപ്പോൾ ഹോബി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ്. സത്യസന്ധമായിരിക്കണം ആ ഹോബി, ജെന്യുവിൻ ആയിരിക്കണം. അല്ലാതെ വായിക്കാത്തവരുടെ വായനയാണ് എൻ്റെ ഹോബി എന്ന് വെച്ചാൽ നിങ്ങളോട് അടുത്ത ചോദ്യം, അവസാനം വായിച്ച ബുക്ക് ഏതാണ്, അതിൻ്റെ ഓഥർ ആരാണ്, അദ്ദേഹം ഏതൊക്കെ കൃതികളല്ലാതെ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഏതിനാണ് അവാർഡ് കിട്ടിയത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഇൻ്റർവ്യൂവിന് പറയരുത്. ഓക്കെ, ഇനി അടുത്ത ഒരു സംശയം കുട്ടികളുടെ മെയിനായിട്ടുള്ളത്, നമുക്കൊരു ചോദ്യം അവർ ചോദിച്ചത് അറിയില്ല, അതെങ്ങനെ പറയാം എന്നുള്ളത് കുട്ടികൾ ചോദിക്കാറുണ്ട്. അവിടെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയണം. അത് പറയുന്നതിനൊരു രീതിയുണ്ട്. ഇപ്പോൾ സോറി സാർ എനിക്കത് അറിയില്ല എന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങൾക്കത് പറയാം. അതിന് പകരം നിങ്ങൾ പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയരുത് കേട്ടോ. അറിയില്ലെങ്കിൽ അറിയില്ല സാർ, എനിക്കത് അറിയില്ല, അല്ലെങ്കിൽ ഞാനൊന്ന് വിട്ടുപോയി, ഒന്ന് നോക്കിയാലേ എനിക്കത് കിട്ടുള്ളൂ എന്ന് വളരെ വളരെ സിമ്പിളായിട്ട് വളരെ വിനയത്തോടു കൂടി നിങ്ങളത് പറയുക, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് OAയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മുന്നിൽ ഇൻ്റർവ്യൂ എന്നൊരു കടമ്പ മാത്രമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്ത് വേണം? കുറച്ച് സമയം, അതുപോലെ കുറച്ച് മനസ്സും കൂടി നമ്മൾ കണ്ടെത്തിയാൽ ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ നിങ്ങൾ വരും, ശരിയല്ലേ? അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇൻ്റർവ്യൂ അല്ലേ, ഞാൻ അവിടെ പോയി ചെയ്തോളാം എന്ന് വിചാരിക്കരുത്. പല കാര്യങ്ങളും നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു കസേര ഇട്ടാൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞ് നോക്കുക. നിങ്ങളെ തന്നെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഈ പറയലൊരു കുഴപ്പം എന്നുള്ളത്. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോർട്ട് OA നമ്മൾ ഒരുപാട് കുട്ടികൾ ഷോർട്ട് ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ബാച്ചും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിലുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ട്, ഇൻ്റർവ്യൂ ബാച്ചിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. മോഡൽ ഇൻ്റർവ്യൂസ്, അതായത് മോക്ക് ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, അതിനുമായി ബന്ധപ്പെട്ട ലൈവ് സെഷൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒപ്പം 1-to-1 മോക്ക് ഇൻ്റർവ്യൂസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഹൈക്കോർട്ട് OA ഇൻ്റർവ്യൂ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഇവിടം വരെ എത്തിയതാണ്, വിട്ടുകളയരുത്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.